വയനാട് മേപ്പാടി പഞ്ചായത്തിൽ ലൈബ്രറി നവീകരണത്തിൽ ക്രമക്കേട് ആരോപണം. കേടുപാടില്ലാത്ത ടൈലുകൾക്ക് മുകളിൽ വീണ്ടും ടൈലുകൾ ഒട്ടിച്ചു. 5.5 ലക്ഷം രൂപയുടെ പദ്ധതിയാണിത്. സംഭവം വിവാദമായപ്പോൾ ഒട്ടിച്ച ടൈലുകൾ എടുത്തുമാറ്റി. സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന്. ഗുഡ് മോർണിംഗ്, പറയും. ഗുഡ് മോർണിംഗ്. ഞാൻ നിൽക്കുന്നത് ആ പബ്ലിക് ലൈബ്രറിക്ക് അകത്താണ്. ഇവിടെയാണ് ഈ വിവാദമായ സംഭവം ഉണ്ടായത്. അതായത് ഈ ഹാളിൽ, ലൈബ്രറി ഹാളിന്റെ നവീകരണം നടക്കുകയാണ്. 5 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടൈലുകളെല്ലാം തന്നെ ഒട്ടിച്ചത് കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിലാണ് ടൈലുകൾ ഒട്ടിച്ചത്. ടൈലുകൾക്കൊന്നും ഒരു തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നവീകരണത്തിന്റെ ഭാഗമായി ഈ ടൈലിന്റെ ഒരു കേടുപാടും സംഭവിക്കാത്ത ടൈലിന്റെ മുകളിൽ വീണ്ടും ടൈലുകൾ ഒട്ടിക്കുന്നതാണ് ഇപ്പോൾ വലിയ വിവാദത്തിലേക്ക് വഴി തുറന്നിട്ടുള്ളത്. കാരണം ഒരു കേടുപാടും സംഭവിക്കാത്ത ടൈലുകൾക്ക് മുകളിൽ വീണ്ടും ടൈലുകൾ ഒട്ടിച്ചു. പക്ഷേ ഇവിടേക്ക് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സഹദ് അടക്കമുള്ളവർ എത്തിയ ശേഷം ഇത് കണ്ടതിനെ തുടർന്ന് അത് ദൃശ്യങ്ങൾ പകർത്തി. ആ ദൃശ്യങ്ങൾ പകർത്തിയോടെ സംഭവം വിവാദമായതിനെ തുടർന്ന് ആ ടൈലുകളാണ്, ഒട്ടിച്ച ടൈലുകളാണ് ഇവിടെ ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നത്. നമുക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ തന്നെ പഞ്ചായത്ത് പ്രതിപക്ഷത്തിൽ ഉൾപ്പെട്ട ജോബിഷ് നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇതിനകത്ത് നിങ്ങളുടെ ഒരു നിലപാട്? എന്താ ഇതിനകത്ത്? ഇത് 2024-2025 സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപയുടെ പ്രൊജക്ട് വെച്ചാണ്. അത് കഴിഞ്ഞ വർഷം നടക്കാത്തതുകൊണ്ട് സ്പിൽ ഓവർ ആയിട്ട് ഈ വർഷം വീണ്ടും ഈ പദ്ധതി നടപ്പാക്കാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഇത് ടൈലിട്ടത്. ഈ ടൈലിന് യാതൊരുവിധ കേടുപാടുകളുമില്ല. നമ്മളെ പഞ്ചായത്തിൽ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വന്യമൃഗ ശല്യങ്ങളൊക്കെ ഭയങ്കരമായി വരുന്ന പ്രദേശമായിട്ട് പോലും ഒരു വൈദ്യുതി വിളക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടി പോലും ഫണ്ടുകൾ വെച്ചിട്ടില്ല. ആ ഫണ്ട് പോലും ഉപയോഗിക്കാതെ വീണ്ടും അഴിമതി നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഇങ്ങനെയുള്ള യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കാത്ത ഈ ടൈലിന് വേണ്ടി ഫണ്ട് വെച്ചത്. ടൈലിന് മുകളിൽ യാതൊരു കേടില്ലാതെ വീണ്ടും ടൈൽ ഒട്ടിക്കുക, ആ പൈസ ഇവരെ അടിച്ചു മാറ്റുക. അതന്നെയാണ് ഇതിന്റെ മെയിൻ ഒരു ഉദ്ദേശം എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതാണ് സംഭവിച്ചത്. ഇവിടെ ഇപ്പോൾ ഈ ഇതിനകത്ത് വൈദ്യുതീകരണം അടക്കം പൂർണ്ണഗതിയിൽ ആയിട്ടില്ല. കാരണം ഇവിടെ വൈദ്യുതീകരണം ഒന്നും നടന്നിട്ടില്ല. നമുക്ക് ചുറ്റിടുമ്പോൾ തന്നെ അറിയാം, ഒരു തരത്തിലുള്ള കറണ്ട് സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷേ എന്തെങ്കിലും പൊതുപരിപാടി നടക്കുകയാണെങ്കിൽ പോലും ഇവിടേക്ക് പുറത്തുനിന്ന് വൈദ്യുതി എത്തിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇങ്ങനത്തെ ഒരവസ്ഥയൊക്കെ നിലവിലുണ്ട്. പക്ഷേ എന്നിട്ട് പോലും എന്തിനാണ് ഈ ടൈലിന് മുകളിൽ വീണ്ടും ടൈൽ ഒട്ടിച്ചത് എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. അതിപ്പോൾ CPIM ആണ് പ്രതിപക്ഷത്തുള്ളത്, UDF ഭരണസമിതിയാണുള്ളത്. ഭരണസമിതി UDF-ന്റേതാണ്. CPM ഇതൊരു ആയുധമാക്കി തന്നെ എടുത്തുകൊണ്ട് അവർ ഈ വിഷയം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നൊരവസ്ഥയാണ് നിലവിൽ ഇവിടെയുള്ളത്. എന്തായാലും ഈ വിഷയം ഇപ്പോൾ ആ വിവാദം ഉണ്ടായതിനെ തുടർന്ന് ആ ദൃശ്യങ്ങൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സഹദ് അടക്കം ഇവിടെ എത്തി പകർത്തിയതിനെ തുടർന്ന് അതിന്റെ ഭാഗമായി ഇപ്പോൾ ടൈൽ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്.